നേരത്തെ എല്ലാ എക്സിപ്പോളും പറഞ്ഞെങ്ങനെയാണ് ഇന്ത്യ മുന്നണി 276 സീറ്റിലേക്ക് വരുമെന്നും BJP കുറച്ച് സീറ്റിലേക്ക് ചുരുങ്ങപ്പെടും, 100 സീറ്റോളം കുറഞ്ഞു ചുരുങ്ങപ്പെടുമെന്നാണ് പറഞ്ഞത്. ചിലതൊക്കെ സത്യമായിരിക്കും, ചിലത് ആവില്ല. അപ്പൊ ഈ എക്സിറ്റ് പോൾ ഇപ്പൊ വന്ന എക്സിറ്റ് പോളിനോട് നിങ്ങൾ ഒട്ടും യോജിക്കുന്നില്ല? അവര് യോജിക്കില്ല, ഞാൻ യോജിക്കാണ്. ഇപ്പം എക്സിറ്റ് പോൾ പുറത്തു വന്നായിരുന്നു കുറച്ചു മുന്നേ. എക്സിറ്റ് പോളിൽ പറയുന്നത് പിന്നെയും മോദി സർക്കാരിന്റെ ഭരണമായിരിക്കും കാഴ്ചവെക്കുക എന്നാണ്. ഈ എക്സിറ്റ് പോളിനോട് ചേട്ടൻ എങ്ങനെയാണ് ചേട്ടന്റെ കാഴ്ചപ്പാട്? എന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതിൽ 100% നടക്കാതെ പോയിട്ടേ ഉള്ളൂ. ഒരു 40% നടന്നിട്ടുള്ളൂ. അപ്പൊ 60% നമ്മൾ ചിന്തിക്കാവുള്ളൂ എപ്പോഴും. നേരത്തെ എല്ലാ എക്സിപ്പോളും പറഞ്ഞെങ്ങനെയാണ് ഇന്ത്യ മുന്നണി 276 സീറ്റിലേക്ക് വരുമെന്നും BJP കുറച്ച് സീറ്റിലേക്ക് ചുരുങ്ങപ്പെടും, 100 സീറ്റോളം കുറഞ്ഞു ചുരുങ്ങപ്പെടുമെന്നാണ് പറഞ്ഞത്. ഒരു എക്സിപ്പോളല്ല പറഞ്ഞത്, പല എക്സിപ്പോളും പറഞ്ഞിരുന്നേ. അപ്പൊ ഇപ്പോഴവർ പറഞ്ഞിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇദ്ദേഹം വന്ന് ഒരു 2 ദിവസം ഇവിടെ കന്യാകുമാരി ദാനത്തിന് വന്നു. അത് നമുക്ക് ജനങ്ങൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് വന്നത്. കച്ചവടക്കാർ കംപ്ലീറ്റ് നശിപ്പിച്ചു. ഞങ്ങൾ 4 ദിവസം നടത്തിയിരുന്നത്. ഇപ്പൊ 5 മണിക്കാണ് ഞങ്ങൾ തുറന്നത്. ഇപ്പൊ ഈ സ്കൂൾ തുറക്കുന്ന സമയത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ ഞങ്ങളുടെ ജീവിത രീതി ഒന്ന് സാറൊന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങൾക്ക് എല്ലാം ജീവിത വഴിമുട്ടി നിൽക്കുകയാണ്. 4 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയല്ലെങ്കിലും എന്തെങ്കിലും കിട്ടി പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഒരുവിധം മേക്കപ്പ് ചെയ്ത് പോയേനെ. അതെല്ലാം നശിപ്പിച്ച് നമുക്ക് മാത്രമല്ല, അതേപോലെ തന്നെ ഈ കന്യാകുമാരിയിലുള്ള വഴി കച്ചവടക്കാർക്കും ഇത് പറ്റിയത്. അപ്പൊ അവർക്കും ജീവിതമാർഗം വഴിമുട്ടില്ല. ഈ ഗാനത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ അതിന്? നമ്മുടെ നാട്ടില് എല്ലാവരും ഒരേ സമത്വമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇദ്ദേഹം തന്നെയാണ് ഇപ്പം പിന്നിപ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത അവരുടെ ഭരണം കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ചേട്ടൻ, ഈ പാവപ്പെട്ട മുസ്ലിങ്ങളെല്ലാം ഒരുവിധം അങ്ങ് അമർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് സത്യം. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ എത്ര കോടി മുസ്ലിങ്ങളുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും മുസ്ലിമുണ്ട്. അവരെല്ലാവരെയും കുറ്റപ്പെടുത്തിയാണ് പറഞ്ഞത് അദ്ദേഹം. അതൊരിക്കലും പറയാൻ പാടില്ല. ഒരു പ്രധാനമന്ത്രി അങ്ങനെ പറയാൻ പാടില്ല. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാവരുടേതാണ്. ഒരാളുടെ വോട്ട് കൊണ്ട് മാത്രമല്ല അദ്ദേഹം ജയിച്ചത്, ആണോ? അല്ലല്ല, എല്ലാ വിഭാഗക്കാരുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്. അപ്പൊ ഈ SC പോലൊന്നും നമ്മൾ ഒരിക്കലും കാണണ്ട. ജനം ബുദ്ധിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കപ്പെടും, ഇതിൽ ചിന്തിക്കും. അപ്പൊ ഈ എക്സിറ്റ് പോളിനോട് വിയോജിപ്പാണ്. എന്നെ സംബന്ധിച്ച് അത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അവർ പറയുന്ന സത്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 100 പേരെടുത്ത് ചോദിച്ചിട്ടായിരിക്കും പറയുന്നത് ഇന്ന ആൾ ഇന്നത് വരുമെന്ന്. ഈ 100 പേരല്ല ഇവിടെ വോട്ട് ചെയ്തിരിക്കുന്നത്, ലക്ഷക്കണക്കിന് ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ മനസ്സെങ്ങനെയെന്നുള്ളത് അവർക്ക് പറയാൻ പറ്റത്തില്ല. എക്സിറ്റ് പോൾ അഭിപ്രായം വന്ന ചേട്ടൻ കണ്ടായിരുന്നല്ലോ. പിന്നെയും BJP തരംഗമെന്നാ പറയുന്നത്. BJP ഭരണത്തിൽ വരണമെന്നാണ് നമ്മളെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൂടുതൽ അഴിമതി നടന്നുകൊണ്ടിരിക്കില്ലേ? അഴിമതി നടക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ BJP വരണമെന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. അഴിമതി വന്നതുകൊണ്ട് BJP തന്നെ വരണം എന്ന് പറഞ്ഞാൽ മോദി സർക്കാർ എന്ന് പറഞ്ഞാൽ അവര് എല്ലാം നമുക്കിപ്പം പെൻഷൻ വരെ വന്നപ്പോൾ ഒരു 4 വർഷം കട അടപ്പിച്ചിട്ട് അയാള് കന്യാകുമാരിയിലാണ് പറഞ്ഞത്. നമ്മളിവിടെ കട അടപ്പിക്കുന്ന ഒരു കാര്യവുമില്ല. അതും കൂടെ പറയാറുണ്ട്. ഇവിടെ കട അടക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാ കടക്കാർക്കും എല്ലാവർക്കും ബാധ കിട്ടിയാണ്. ഞങ്ങളെ ദിവസം 10-500 രൂപ പിരിവ് കൊടുത്ത് പൈസ എടുത്താണ് നമ്മൾ ഈ കച്ചവടം നടത്തുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് വേണ്ട, നമുക്ക് വേണ്ട. അപ്പൊ ഈ എക്സിറ്റ് പോൾ ഇപ്പൊ വന്ന എക്സിറ്റ് പോളിനോട് നിങ്ങൾ ഒട്ടും യോജിക്കുന്നില്ല? അവര് യോജിക്കില്ല, ഞാൻ യോജിക്കാണ്. BJP-ക്കാരനാണ്. ഞാൻ കണ്ടാ തന്നെ പറഞ്ഞാൽ ഞാൻ BJP-ക്കാരനാണ്. അപ്പൊ ഈ എക്സിറ്റ് പോൾ പറയുന്നത് തികച്ചും മോദി സർക്കാർ വരുമെന്നാണ്. അതിനോട് ചേട്ടൻ യോജിക്കുന്നുണ്ട്. മോദി സർക്കാർ തന്നെ വരണമെന്നാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ. പൊതു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിക്കാരായാലും അവരുടെ നല്ല പ്രവർത്തനം പോലെ ആയിരിക്കും അവര് ഇനിയും വരുന്നത്. അല്ല, ഇപ്പൊ നമ്മൾ എക്സിറ്റ് പോളില് BJP ജയിക്കുമെന്ന് ഇങ്ങനെ പറയുന്നത്, ഉറപ്പിച്ച് പറയുന്നത് അതാണ്. അപ്പം ആ ഒരു പ്രസ്താവനയോട് ചേച്ചി എത്രത്തോളം യോജിക്കുന്നുണ്ട്? എത്രത്തോളം യോജിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവര് കൂടുതലും ഈ മേഖലകളിൽ ഇറങ്ങി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജയം കിട്ടും. ചിലതൊക്കെ സത്യമായിരിക്കും, ചിലത് ആവില്ല. പിന്നെ എനിക്ക് ഒരു മാറ്റം വരണം. BJP ഭരണം അല്ലാണ്ട് വേറൊരു ഭരണം വരണമെന്നാണ് ചേട്ടൻ പറയുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകണം.